ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു മാങ്ങ അച്ചാർ. അപ്പോൾ ഞങ്ങൾ അതിനുള്ള മാങ്ങ പറിക്കാൻ വന്നതാണ്. തോട്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മാങ്ങയും കൂടെ വേണം. അപ്പോൾ അത് നിറയെ മാങ്ങ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. മാങ്ങ കഴിയാറായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിന് മാങ്ങയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാം. ഒരു ദിവസം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണത്. ഇന്ന് ഉണ്ടാക്കി നമ്മളിത് ഇപ്പം തന്നെ കഴിക്കണം, എടുത്തു വയ്ക്കാൻ പറ്റില്ല. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് പറയാൻ അച്ചാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്. നമുക്ക് അച്ചാർ പലതരത്തിൽ ഉണ്ടാക്കാമല്ലോ. പറ്റില്ല. അതിൽ വേണ്ട 2 മാങ്ങ എടുത്തിട്ട് ഇപ്പോൾ കഴുകുകയാണ്. കഴുകിയിട്ട് അരിയട്ടെ. ചെറുതായിട്ടല്ലേ അരിയ, വലുതാക്കി. ഇപ്പോൾ ഉച്ചയ്ക്ക് മാത്രം നമുക്ക് ഉച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള അച്ചാറാണിത്. 2 മാങ്ങ മതിയില്ല. നമ്മൾ 8-10 ആളുണ്ട്, അതുകൊണ്ട് തന്നെ 2 മാങ്ങ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ സാധാരണ ചെറുതായിട്ട് അരിയണ പോലെ അല്ല, കുറച്ച് വലുതായിട്ടാണ് അരിയുക. ഏതാണ്ട് ഈ സൈസിലാണ് അരി. വേണമെങ്കിൽ വൈകുന്നേരത്തേക്ക് വേണമെങ്കിൽ പോലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മള് വിനാഗിരി ഒന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ചുകൂടെ നല്ലതാണ് ശരീരത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഈ സൈസിലാണ് അരിഞ്ഞത്. കത്തിക്കട്ടെ. സ്റ്റൗ കത്തിച്ചു, പാത്രം അടുപ്പത്ത് വെച്ചു. സാധനങ്ങൾ: ഒന്ന് മീൻ, മാങ്ങ, കറിവേപ്പില, വെളിച്ചെണ്ണ, നല്ലെണ്ണയല്ല വെളിച്ചെണ്ണയാണ്, മുളക് പൊടി, ഉപ്പ്, കടുക്, ഉലുവാപ്പൊടി, കായപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് വേണ്ടത്. ഇനി അതിൽ ആദ്യം നമ്മൾ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടാൻ പോവുകയാണ്. കുറച്ച് കടുക് ഇതിൽ ഇട്ടിട്ടുള്ളൂ, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. ഇതിലേക്ക് ഇപ്പോൾ 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക. കരിയരുത്, സിമ്മിലിട്ടിട്ട് വേണം ചൂടാക്കാനായിട്ട്. മുളക് പൊടി കരിയാൻ പാടില്ല. കുറച്ച് കായപ്പൊടി, 2 നുള്ളൊക്കെ വേണം അല്ലേ കായപ്പൊടി. തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് 1 നുള്ള്, 2 നുള്ള് അല്ലേ. ഉപ്പ് 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ടിടാം. 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ടിടാം. ഇനി നമ്മളതിലേക്ക് മാങ്ങ ഇടുകയാണ്. ഇതിപ്പോൾ എത്ര മിനിറ്റ് ഇങ്ങനെ ഇളക്കണം അമ്മ? 2-3 മിനിറ്റ് മതി. ഓക്കെ, ഇപ്പോൾ ഇതായിട്ടുണ്ട്.
നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. സ്വാദ് നോക്കാം. കയ്യിൽ എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അധികം ദിവസമൊന്നും വെക്കാൻ കഴിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് മാങ്ങാച്ചാർ. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 നേരത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാങ്ങാക്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.